بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുൽ ഖസസ് 48-49 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അറിയേണ്ടതായ പാലിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഫലമ്മ ഈ പദത്തിലെ മീം മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ശബ്ദ നൽകപ്പെട്ട മീം. ജാഅഹും ഈ പദത്തിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. അലിഫും ദീർഘാക്ഷരമായ അലിഫും ശേഷം ഹംസയും ഒറ്റ പദത്തിൽ വന്നതാണ് ഇതിനുള്ള കാരണം. ഇവിടെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘം നൽകൽ നിർബന്ധമാണ്. ജാഅഹുമുൽ ഹഖ്ഖു അൽ ഹഖ്ഖു ഇതിലെ ഖാഫ് തുടങ്ങിയ അക്ഷരങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഖാഫിന് തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാഇന്റെ അക്ഷരങ്ങളിൽ ഒന്നാകുന്നു ഖാഫ്. ഫലമ്മാ ജാഅഹുമുൽ ഹഖ്ഖു മിൻ ഇൻദിനാ സാക്കിനത്തായ നൂനും ശേഷം ഐനും വന്നതുകൊണ്ട് ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കി വെച്ചിരിക്കുക. മിൻ ഇൻദിനാ ഇൻദിന എന്ന പദത്തിൽ സാക്കിനത്തായ നൂനും ദാലുമാണ് വന്നത്. ശേഷം ദാല് വന്നു. ഇഖ്ഫായിന്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ടതാണ് ദാൽ. ഇഖ്ഫ ഹഖീഖി നൽകി നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, മറച്ചു മണിച്ചുച്ചരിക്കുക. മിൻ ഇൻദിനാ ഖാലൂ ലൗലാ ഊതിയ മൂസ ഊതിയ മിസ്ല മാ ഖാലൂ. ഖാഫിനും അലിഫിനും തഫ്ഖീമാണ് ഈ പദത്തിൽ ഉച്ചരിക്കുമ്പോൾ നൽകേണ്ടത്. ഖാഫ് ഇസ്തിഅലാഇന്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. അതിന്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീം നിലനിർത്തുക. ഖാലൂ ലൗലാ ഊതിയ മിസ്ല മാ ഊതിയ മൂസ. ലൗലാ ഇതിലുള്ള ദീർഘം, അതുപോലെ മിസ്ല മാ ഈ ദീർഘവും. മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. ദീർഘാക്ഷരമായ അലിഫും അടുത്ത പദത്തിന്റെ ആരംഭത്തിൽ ഹംസയും വന്നതാണ് ഈ ദീർഘത്തിനുള്ള കാരണം. 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘം നൽകൽ ഇവിടെ അനുവദനീയം, ജായിസാണ്. ലൗലാ ഊതിയ അല്ലെങ്കിൽ ലൗലാ ഊതിയ മിസ്ല മാ ഊതിയ മൂസ എന്ന് തബീഇയായ ദീർഘം മാത്രം നൽകി മതിയാക്കാവുന്നതുമാണ്. അവലം യക്ഫുറു അവലം ഈ പദത്തിലെ സാക്കിനത്തായ മീമുണ്ട്. അതിനെ ഇൽഹാർ ഷഫഈ നൽകി മണിക്കാതെ വെളിവാക്കുകയാണ് വേണ്ടത്. അവലം യക്ഫുറു കാഫിന് സുക്കൂൻ വന്നിരിക്കുകയാണ്. മഹ്മൂസായ അക്ഷരമാണ്, ഹംസ് നൽകി ഉച്ചരിക്കണം. അതുപോലെ ശിദ്ദത്തും ഉള്ള അക്ഷരമാണ് കാഫ്. യക്ഫുറു ബിമാ ഊതിയ മൂസ. ബിമാ ഊതിയ ഇവിടെയും മദ് മുൻഫസിൽ ജായിസാണ്. ദീർഘാക്ഷരമായ അലിഫിനെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ബിമാ ഊതിയ വേണമെങ്കിൽ അത് ഒഴിവാക്കി ബിമാ ഊതിയ എന്ന് ഓതാവുന്നതാണ്. മൂസ മിൻ ഖബൽ ഇവിടെ സാക്കിനത്തായ നൂനും ശേഷം ഖാഫുമാണ് വന്നത്. ഖാഫ് ഇഖ്ഫ ഹഖീഖിയുടെ 15 അക്ഷരങ്ങളിൽ പെട്ടതാണ്. അതുപോലെ അതിന്റെ സിഫാത്തുകൾ നോക്കുകയാണെങ്കിൽ ഇസ്തിഅലാഇന്റെ ഹർഫാണ്, തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ചെയ്ത് മറച്ചു മണിച്ചുച്ചരിക്കുമ്പോൾ ആ മണിക്കലിലും തഫ്ഖീമാണ്. മിൻ ഖബൽ എന്ന് പറയണം. മേലെ നമ്മൾ മിൻ ഇൻദിന പറഞ്ഞതിന്റെ നേർവിപരീതം. അവിടെ തർക്കീഖാണെങ്കിൽ ഇവിടെ തഫ്ഖീമാണ്. മണിക്കലിൽ തഫ്ഖീമ വേണം എന്നർത്ഥം. മിൻ ഖബൽ
ഖബിൽ എന്ന് പറയുമ്പോൾ ബായിന് സുക്കൂനുണ്ട്. ഖൽഖല സുഗ്റ നൽകി ബായിന്റെ സുക്കൂൻ ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് വ്യക്തമാക്കണം. മിൻ ഖബിൽ. ഖാലൂ സിഹ്റാനി തദാഹറാ. ഖാലൂ വീണ്ടും ഖാഫും ദീർഘാക്ഷരമായ അലിഫും തഫ്ഖീം ചെയ്ത് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക, തടിപ്പിച്ച് പറയാം. ഖാലൂ സിഹ്റാനി. സിഹ്റാനി പറയുമ്പോൾ അവിടെയും റായിനും അലിഫിനും എന്ത് വേണം? തഫ്ഖീം കൊടുക്കണം. സിഹ്റാനി തദാഹറാ. ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തദാഹറാ. സിഹ്റാനി റായിനും അലിഫിനും തഫ്ഖീം. അതുപോലെ തദാഹറാ റാ അലിഫ്, വീണ്ടും റാ അലിഫ്. ഇവിടൊക്കെ തഫ്ഖീം കൊടുത്ത് തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ളാഹ് ഇസ്തിഅലാന്റെ അക്ഷരമാണ്. തദാഹറാ. വഖാലൂ വീണ്ടും ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാന്റെ ഹർഫാണ്. അപ്പോൾ ഖാലൂ സിഹ്റാനി തദാഹറാ വഖാലൂ ഇതിലുള്ള വാവിന്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. ഇവിടെ 4-5 ഹറക്കത്തിന്റെ അളവിൽ വാവിനെ ദീർഘിപ്പിച്ചുച്ചരിക്കൽ അനുവദനീയമാണ്. വഖാലൂ എന്നാൽ മദ് മുൻഫസിൽ ജായിസ് എന്ന ഈ ദീർഘം ഒഴിവാക്കിക്കൊണ്ട് ഓതുകയും ആകാവുന്നതാണ്. വഖാലൂ ഇന്നാ ബികുല്ലിൻ കാഫിറൂൻ. വഖാലൂ ഇന്ന എന്ന് തബീഇയ ദീർഘം മാത്രം നൽകാവുന്നതുമാണ് എന്നർത്ഥം. ഇന്ന മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. നൂൻ മുഷദ്ദദ. ഇന്ന നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ബികുല്ലിൻ കാഫിറൂൻ. അവിടെ ശ്രദ്ധിക്കണം. ബികുല്ലിൻ എന്നതിൽ അവിടെ ബികുല്ലിൻ കാഫിറൂൻ എന്ന് തൻവീൻ, അതുപോലെ അതിനുശേഷം കാഫ് ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ചരിക്കണം. ആ മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്. ബികുല്ലിൻ കാഫിറൂൻ. തർക്കീഖും തഫ്ഖീമും കൂടുതൽ വ്യക്തമായതിൽ എപ്പോഴാണ്? അതായത് ഇവിടെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചുച്ചരിക്കണം. ആ മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിച്ചത്. കാരണം ശേഷം കാഫാണ്, ഇസ്തിഫാലിന്റെ ഹർഫാണ് ഉള്ളത് എന്നതുകൊണ്ട്. ബികുല്ലിൻ കാഫിറൂൻ. റായിന് തഫ്ഖീം കൊടുത്ത് ദീർഘിപ്പിക്കുക. അവിടെ ബികുല്ലിൻ കാഫിറൂൻ എന്ന കാഫും അതിന്റെ അലിഫും തർക്കീഖ് നിലനിർത്തുക അലിഫിലും, കാരണം ഇസ്തിഫാലിന്റെ ഹർഫിനെയാണ് ദീർഘിപ്പിക്കുന്നത് എന്നതുകൊണ്ട്. ഖുൽ ഫഅ്തൂ ബികിതാബ്. ഖുൽ ഖാഫിന് തഫ്ഖീം കൊടുക്കണം. ഖുൽ ഫഅ്തൂ. ലാമിന് ഇദ്ഹാറാണ്. ഫിഅൽ, ലാമുൽ ഫിഅൽ എന്നൊക്കെ അതിന് സാങ്കേതികമായ പേര് പറയും. സാക്കിനത്തായ ലാം ഇദ്ഹാർ ചെയ്യേണ്ട സന്ദർഭമാണ്. ഖുൽ ഫഅ്തൂ ബികിതാബ്. അവിടെ ഫഅ്തൂ എന്ന ഹംസയെ വ്യക്തമാക്കി ഉച്ചരിക്കുക. ഷിദ്ദത്തിന്റെ അക്ഷരമാണ് ഹംസ. ഫഅ്തൂ ബികിതാബിൻ മിൻ. ബികിതാബിൻ എന്നതിലെ തൻവീന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ചു മണിക്കണം. ബികിതാബിൻ മിൻ. ഇദ്ഗാം ബിഗുന്ന കാമിൽ. മിൻ ഇൻദില്ലാഹ്. മിൻ
ഇൻദില്ലാഹ്. മേലെയും മിൻ ഇൻദിന വന്നിട്ടുണ്ട്. സാക്കിനത്തായ നൂൻ ശേഷം ഐൻ ഇൽഹാർ ഹൽക്കി മണിക്കാതെ വെളിവാക്കണം. ഇൻദി എന്നതിൽ സാക്കിനത്തായ നൂനും ശേഷം ദാലുമാണ് ഇഖ്ഫ ഹഖീഖി മറച്ചു മണിച്ച് ഉച്ചരിക്കുക. മണിക്കലിൽ തർക്കീഖ് വേണമെന്ന് നാം നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ ഖുൽ ഫഅ്തൂ ബികിതാബിൻ മിൻ ഇൻദില്ലാഹി ഹുവ, അല്ലേ? ഹാകൾ ആവർത്തിച്ചു വരുന്നുണ്ട് അവിടെ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാഇന്റെ ഉച്ചാരണം ക്ലിയർ ആയി തൊണ്ടയുടെ അങ്ങേ അറ്റത്തിൽ നിന്ന് തന്നെ, അതിന്റെ മഖ്റജിൽ നിന്ന് തന്നെ വരണം. ഹാ പ്രത്യേകിച്ച് ഒരു പരിശീലനം ആവശ്യമുള്ള അക്ഷരമൊന്നുമല്ല. പക്ഷേ പാരായണത്തിൽ പലർക്കും ഹാ അവ്യക്തമായി പോവുക സാധാരണയാണ്. അത് സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ മിൻ ഇൻദില്ലാഹി ഹുവ അഹ്ദാ മിൻഹുമാ, ഹാകൾ ആവർത്തിച്ചു വരികയാണ്. ഹുവ അഹ്ദാ മിൻഹുമാ അത്തബിഉഹു ഇൻ കുൻതും. മിൻഹുമ ഈ പദത്തിൽ സാക്കിനത്തായ നൂൻ ശേഷം ഹാ ഇൽഹാർ ഹൽക്കിയാണ്, ഹൽക്കിന്റെ അക്ഷരമാണ് ഹാ എന്നതുകൊണ്ട് മണിക്കാതെ വെളിവാക്കണം. മിൻഹുമ ഇതിലുള്ള അലിഫിന്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹർക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. മിൻഹുമ അത്തബിഉഹു, അത്തബിഉഹു അവിടെ ശ്രദ്ധിക്കുക. ഐന് ശേഷം ഹാ ഒക്കെ ക്ലിയർ ആയി അതിന്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ഹൽക്കിന്റെ 2 അക്ഷരങ്ങൾ തുടരെയായി വരികയാണ്. ആദ്യത്തേത് സാക്കിനാണ്, പിന്നത്തേത് മുത്ഹറിക്കാണ്. അത്തബിഉഹു വ്യക്തമാക്കുക. ഹു എന്ന് നീട്ടിപ്പോരുത്, കാരണം തൊട്ടുമുമ്പിൽ സുക്കൂനല്ലേ ഉള്ളത്. അപ്പോൾ അത്തബിഉഹു ഇൻ കുൻതും, 2 സാക്കിനത്തായ നൂനുകൾ ഇവിടെ വരുന്നു. രണ്ടും ഇഖ്ഫ ഹഖീഖിയാണ്. കാരണം ഒന്നിനു ശേഷം കാഫും രണ്ടാമത്തേതിന് ശേഷം താവുമാണ് വന്നത്. ഇൻ കുൻതും ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പലർക്കും അവ്യക്തമായി ഇൻ കുന്തും എന്നൊക്കെ പറഞ്ഞു പോകും. കാഫിന്റെയും താഇന്റെയും ഷിദ്ദത്താണ്. അതുപോലെ ഹംസ്, ഈ 2 സിഫത്തുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ കുൻതും സ്വാദിഖീൻ, കുൻതും കുൻതും എന്ന് പലരും തെറ്റായി ഓതിപ്പോകാറുണ്ട്. കുൻതും അല്ല, കുൻതും കുൻതും എന്ന് ഉച്ചരിക്കുക. നൂനിന് തർക്കീഖ് കൊടുക്കണം എന്നർത്ഥം. 2 തർക്കീഖിന്റെ അക്ഷരങ്ങളാണ്, കാഫായിരുന്നാലും താ ആയിരുന്നാലും. അപ്പൊ അതുകൊണ്ട് ഇവിടെ മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്. പദത്തിന്റെ അന്ത്യത്തിൽ സാക്കിനത്ത മീമുണ്ട്, അതിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ഇൻ കുൻതും സ്വാദിഖീൻ, സ്വാദ് ഇസ്തിഅലാന്റെ അക്ഷരമാണ്, തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. അതിന്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീം നിലനിർത്തുക. സ്വ എന്ന ശബ്ദം സ്വാ എന്ന് പറയുന്നത്, മറിച്ച് സ്വാദിഖീൻ. ഈ പദത്തിൽ ഖാഫിന് കസ്റ ഉണ്ട്, മക്സൂറത്താണ്. ഏറ്റവും കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് ഖാഫിനുണ്ടാവുക എന്നതും ശ്രദ്ധിക്കുക. ഇൻ കുൻതും സ്വാദിഖീൻ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. فلما جاءهم الحق من عندنا قالوا لولا أوتي مثل ما أوتي موسى أولم يكفروا بما أوتي موسى من قبل قالوا سحران تظاهرا وقالوا إنا بكل كافرون.
قل فأتوا بكتاب من عند الله هو أهدى منهما أتبعه إن كنتم صادقين.